കഥയാരംഭിക്കുന്നത് ട്രേസി എന്ന യുവതിയെ പരിചയപ്പെടുത്തിക്കൊണ്ടാണ്. ട്രേസി എന്ന് തന്റെ മുത്തശ്ശി ഗ്രാൻഡ് മദറിനൊപ്പം ലഞ്ച് കഴിച്ചു കഴിഞ്ഞ് സംസാരിക്കുകയായിരുന്നു. ട്രേസിയുടെ മുത്തശ്ശിയായ മാർഗരറ്റ് അറിയപ്പെടുന്ന ഒരു റൊമാൻസ് എഴുത്തുകാരിയായിരുന്നു. അവരിപ്പോൾ വിശ്രമ ജീവിതം നയിക്കുകയാണ്. 12 വയസ്സുള്ളപ്പോൾ ട്രേസിയുടെ പാരന്റ്സ് ഒരു അപകടത്തിൽപ്പെട്ട് മരണമടഞ്ഞിരുന്നു. അതിനുശേഷം മുത്തശ്ശിയാണ് അവളെ വളർത്തിയതും ഇപ്പോൾ നോക്കുന്നതുമെല്ലാം. മാർഗരറ്റിന് അടുത്തായി ഹൃദയരോഗം സ്ഥിരീകരിച്ചിരുന്നു. തന്റെ പേരക്കുട്ടിയുടെ നല്ലതിനെപ്പറ്റി എപ്പോഴും ആലോചിച്ചിരുന്ന മാർഗരറ്റ് താൻ മരണപ്പെടുന്നതിനു മുമ്പ് ട്രേസിയുടെ വിവാഹം കാണണം എന്ന ആഗ്രഹം അവളോട് പങ്കുവെക്കുകയാണ്. ആദ്യഘട്ടത്തിൽ ട്രേസി അതൊന്നും പറ്റില്ലെന്ന് മുത്തശ്ശിയോട് പറഞ്ഞു. പക്ഷേ മുത്തശ്ശിക്ക് നെഞ്ചുവേദന എടുക്കാൻ തുടങ്ങി എന്ന് മനസ്സിലായതോടെ മുത്തശ്ശിയെ പെട്ടെന്ന് ആശ്വസിപ്പിക്കാൻ തനിക്ക് ഓൾറെഡി ഒരു ഫിയാൻസിയുണ്ട്, തങ്ങൾ ഡേറ്റിംഗിലാണ് എന്നും കളവ് പറയുകയാണ്. ലഞ്ച് കഴിഞ്ഞ് ട്രേസി മുത്തശ്ശിയെ വീട്ടിലേക്ക് കൊണ്ടുപോയി. മുത്തശ്ശിയുടെ അസിസ്റ്റന്റ് അലൻ അവിടെ ഉണ്ടായിരുന്നു. മുത്തശ്ശിയുടെ കാര്യങ്ങൾ ട്രേസി അലനെ ഏൽപ്പിച്ചു. പോകുന്നതിനു മുമ്പ് ട്രേസിക്ക് ഫിയാൻസിയുണ്ട് എന്നതിലുള്ള തന്റെ സന്തോഷം മാർഗരറ്റ് പ്രകടിപ്പിച്ചു. ട്രേസിയുടെ ഫിയാൻസിയെ കാണാനുള്ള തന്റെ ആഗ്രഹത്തെപ്പറ്റി മാർഗരറ്റ് പറയുകയും ചെയ്തു. മാർഗരറ്റിന് ഒരു പബ്ലിഷിംഗ് കമ്പനിയുണ്ട്. അതിപ്പോൾ മാനേജ് ചെയ്യുന്നതും നോക്കി നടത്തുന്നതും ഒക്കെ ട്രേസിയാണ്. അടുത്ത ദിവസം ട്രേസി കമ്പനിയിലേക്ക് എത്തി. കമ്പനിയിൽ ട്രേസിക്ക് ഒരു ഒറ്റ സുഹൃത്തുണ്ട്, ഷെല്ലി എന്നാണ് ആ കൂട്ടുകാരിയുടെ പേര്. താൻ പെട്ടുപോയ സിറ്റുവേഷനെ പറ്റിയും മുത്തശ്ശിയോട് പറഞ്ഞ കളവിനെ പറ്റിയും ട്രേസി എന്ന് ഷെല്ലിയോട് പറയുകയാണ്. എന്ത് ചെയ്യണമെന്ന് ട്രേസിക്കൊരു എത്തും പിടിയും കിട്ടുന്നുണ്ടായിരുന്നില്ല. മുത്തശ്ശിയെ വിഷമിപ്പിക്കാനും സാധിക്കില്ല. അതുകൊണ്ട് ട്രേസി ഒരു തീരുമാനത്തിലെത്തി. മെയിൽ കമ്പാനിയൻ സർവീസിനായി ട്രേസി നെറ്റിൽ സെർച്ച് ചെയ്തു. ആ തിരച്ചിൽ എത്തിച്ചേർന്നത് റോബ് എന്നൊരു മനുഷ്യനിലേക്കായിരുന്നു. റെന്റേ ഗ്രൂം എന്ന കമ്പനിയിൽ റോബ് ജോലി നോക്കുന്നുണ്ട്. ട്രേസിയെ പോലുള്ള പ്രശ്നങ്ങളിൽ പെടുന്ന പെൺകുട്ടികൾക്ക്, സ്ത്രീകൾക്ക് പരിഹാരം ഉണ്ടാക്കി കൊടുക്കുന്ന സർവീസാണ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ പോകുവാൻ റോബുമായി മീറ്റ് ചെയ്ത സമയം യഥാർത്ഥ വശങ്ങളും കാര്യങ്ങളുടെ കിടപ്പുമൊക്കെ ട്രേസി റോബിനോട് വ്യക്തമായും പറഞ്ഞു. പിന്നാലെ റോബിനൊരു സെക്കൻഡ് നെയിം വേണമല്ലോ, അതുകൊണ്ട് വിശ്വസനീയമായ ഒരു സെക്കൻഡ് നെയിം ട്രേസി തന്നെ പറഞ്ഞു കൊടുക്കുകയും ഒരു അക്കൗണ്ടന്റ് എന്ന പ്രൊഫൈലിൽ റോബ് അഭിനയിക്കണം എന്നാവശ്യപ്പെടുകയും ചെയ്തു. പിന്നാലെ മുത്തശ്ശിയെപ്പറ്റിയും ട്രേസി കുറച്ച് വിശദീകരിച്ചു. മാർഗരറ്റിനെ പറ്റി കേട്ടതും മാർഗരറ്റിനെ റോബിന് അറിയാമായിരുന്നു. റോബിന്റെ അമ്മ റൊമാന്റിക് നോവലുകളിൽ താല്പര്യമുള്ള സ്ത്രീയായിരുന്നു. അവരിൽ നിന്നും മാർഗരറ്റിനെ പറ്റി റോബ് മനസ്സിലാക്കിയിട്ടുണ്ട്. നിലവിൽ മുത്തശ്ശി ഹൃദയ സംബന്ധമായ രോഗത്തിന് അടിമപ്പെട്ടിരിക്കുകയാണെന്നും തന്റെ വിവാഹം നടന്നു കാണണം എന്നതാണ് മുത്തശ്ശിയുടെ ആഗ്രഹമെന്നും അതിനുവേണ്ടിയുള്ള കാര്യങ്ങളാണ് മുത്തശ്ശി പദ്ധതിയിടുന്നതെന്നും കൂടെ നിൽക്കണം എന്നും റോബിനോട് ട്രേസി ആവശ്യപ്പെട്ടു. കുറച്ചാഴ്ചകളുടെ കാര്യമാണ്, അത് കഴിഞ്ഞാൽ ഈ അഭിനയമൊക്കെ അവസാനിപ്പിക്കാം എന്നും ട്രേസി വ്യക്തമായും പറഞ്ഞു. റോബിന് എതിർപ്പൊന്നും ഉണ്ടായിരുന്നില്ല. മറുവശത്ത് കമ്പനിയിലാകട്ടെ ടോഡ് എന്നു പേരുള്ള കമ്പനിയിലൊരു വ്യക്തിക്ക് ട്രേസിയോട് ഒരു പ്രണയ താല്പര്യമുണ്ടായിരുന്നു. ഒരിക്കൽ ടോഡും ട്രേസിയും ഒരു ഡേറ്റിന് പോയതുമാണ്. പക്ഷെ ട്രേസിക്ക് അറഗന്റായ ടോഡിനെ തീരെ ഇഷ്ടപ്പെട്ടില്ല. ട്രേസിയെ മുന്നിൽ നിർത്തി മുത്തശ്ശിയുടെ സ്വത്തുവകകൾ കൈക്കലാക്കാനാണ് ടോഡ് ശ്രമിക്കുന്നത് എന്ന് ട്രേസിക്ക് മനസ്സിലായിരുന്നു. അടുത്ത ദിവസം പ്ലാൻ ചെയ്ത പോലെ ട്രേസിയും റോബും മാർഗരറ്റിന്റെ വീട്ടിലേക്ക് എത്തിച്ചേരുന്നു. അകത്തെത്തിയതും അവിടുണ്ടായിരുന്ന തന്റെ അമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടിരുന്ന റൊമാന്റിക് നോവൽ മാർഗരറ്റ് എഴുതിയിരുന്നത് റോബ് നോക്കിക്കാണുന്നുണ്ട്. പുറകെ മാർഗരറ്റ് അങ്ങോട്ടേക്ക് കടന്നു വന്നു. ട്രേസിയുടെ ഫിയാൻസിയെ കാണാൻ പറ്റിയതിൽ മാർഗരറ്റ് അത്രമേൽ സന്തോഷവതിയായിരുന്നു. റോബിന്റെ അമ്മയ്ക്ക് മാർഗരറ്റിന്റെ നോവലുകൾ ഇഷ്ടമായതുകൊണ്ട് തന്നെ അവർക്കിടയിൽ സംസാരിക്കാൻ വളരെയധികം എളുപ്പമായിരുന്നു. റോസ് മനസ്സ് തുറന്ന് മാർഗരറ്റിനോട് സംസാരിച്ചുകൊണ്ടേയിരുന്നു. മാർഗരറ്റിനും റോബിനെ അങ്ങ് ഇഷ്ടപ്പെട്ടു. തന്റെ കുഞ്ഞിലെ തന്റെ അമ്മ മരിച്ചതാണെന്നും പിന്നീട് ഒരു ഷെഫായ അച്ഛനാണ് തന്നെ വളർത്തിയതെന്നും അദ്ദേഹം സ്വന്തമായി ഇപ്പോൾ ഒരു റെസ്റ്റോറന്റ് നടത്തുകയാണ് എന്നൊക്കെ റോബ് അവിടെ വെച്ച് പറഞ്ഞു. പിന്നീടുള്ള സംസാരത്തിൽ എവിടെ വെച്ചാണ് കണ്ടുമുട്ടിയത് എന്നുള്ള ചോദ്യത്തിന് സ്കീയിങ്ങിന് പോയപ്പോൾ മലമുകളിൽ നിന്നുമാണ് ട്രേസിയെ കണ്ടുമുട്ടിയത് എന്നായിരുന്നു റോബ് പറഞ്ഞത്. അത്തരത്തിൽ അവരുടെ പ്രണയമുഹൂർത്തങ്ങളെപ്പറ്റി പല കാര്യങ്ങളും റോബ് അങ്ങ് പറയാൻ തുടങ്ങി. കാര്യങ്ങൾ കൈവിട്ടു പോകുമോ എന്ന് ട്രേസിക്ക് ഭയം തോന്നുന്നുണ്ടായിരുന്നു. ഒരു ഘട്ടത്തിൽ റോബിനെ വിളിച്ച് ട്രേസി മാറ്റിക്കൊണ്ടുപോയി. ഒരുപാട് അങ്ങനെ കഥകളൊന്നും വിശദീകരിക്കേണ്ടെന്നും ലാസ്റ്റ് പണിയാകുമെന്നും റോബിനെ ട്രേസി വാൺ ചെയ്തു. പിന്നാലെ ഒരു നോർമൽ ഫിയാൻസിയെ പോലെ ബിഹേവ് ചെയ്യുവാൻ കുറെ ഗൈഡൻസും ട്രേസി റോബിന് കൊടുത്തു. വൈകാതെ മാർഗരറ്റിനോട് യാത്ര പറഞ്ഞ് അവരിരുവരും പോരുകയാണ്. അടുത്ത ദിവസം ഓഫീസിലേക്ക് എത്തുമ്പോൾ ഓഫീസ് അലങ്കരിക്കപ്പെട്ടിരുന്നു. സ്റ്റാഫുകൾ ഓടിയെടുത്ത് എൻഗേജ്മെന്റിന് ട്രേസിക്ക് ആശംസകൾ നൽകാനും മറ്റും ആരംഭിച്ചു. അപ്പോഴാണ് ട്രേസി മനസ്സിലാക്കുന്നത് മുത്തശ്ശി ഓഫീസ് സ്റ്റാഫുകൾക്ക് എൻഗേജ്മെന്റിനെ പറ്റി
വിവരം കൊടുത്തുവെന്ന്. വലിയൊരു എൻഗേജ്മെന്റ് പാർട്ടി തന്നെ നടത്തുവാൻ മാർഗ്രറ്റ് തീരുമാനിച്ചിരുന്നു. ഓഫീസിലെ ഏവരെയും അതിന് മാർഗ്രറ്റ് ക്ഷണിക്കുകയും ചെയ്തു. സ്റ്റാഫുകളിൽ നിന്ന് തന്നെ അതൊക്കെ അറിയുന്നതും ട്രേസി ഒന്ന് ഷോക്കാകുന്നുണ്ട്. പിന്നാലെ തന്റെ കൂട്ടുകാരി ഷെല്ലിയെ കൂട്ടിക്കൊണ്ടുപോയി ട്രേസിയുള്ള സത്യം പറഞ്ഞു. തന്റെ യഥാർത്ഥ എൻഗേജ്മെന്റ് ഒന്നുമല്ല നടക്കാൻ പോകുന്നത്. മുത്തശ്ശി അങ്ങനെ പറഞ്ഞപ്പോ മറ്റു വഴികളില്ലാതെ താൻ ഒരാളെ ഹയർ ചെയ്തു, തന്റെ ഫിയാൻസിയായി മുത്തശ്ശിയുടെ മുമ്പിൽ അഭിനയിക്കാൻ വേണ്ടി. അതാണിപ്പോൾ ഇവിടെ എത്തി നിൽക്കുന്നത്. നീ എന്തും മണ്ടത്തരമായി കാണിച്ചത് എന്നൊക്കെ ഷെല്ലി ആദ്യം ചോദിച്ചു. ആ ഒരു അവസ്ഥയിൽ ഒന്നിൽ നിന്നും ഒളിച്ചോടാൻ ട്രേസിക്ക് സാധിക്കുമായിരുന്നില്ല. മുത്തശ്ശിയുടെ ഹാർട്ട് കണ്ടീഷൻ മോശമാണ്, അതുകൊണ്ട് കാര്യങ്ങൾ മുമ്പോട്ട് തന്നെ പോകണം എന്ന് ട്രേസി കൂട്ടുകാരിയോട് പറഞ്ഞു. അടുത്ത ദിവസം ആ കാര്യങ്ങൾ സംസാരിക്കാൻ ട്രേസി റോബിനെ മീറ്റ് ചെയ്തു. മുത്തശ്ശി എൻഗേജ്മെന്റ് പാർട്ടി വെച്ചിരിക്കുന്ന കാര്യവും അതിൽ റോബ് വരണമെന്നും ട്രേസി പറഞ്ഞു. മുത്തശ്ശി അത് പ്ലാൻ ചെയ്യുന്നത് ഹോളിംഗ്സ്വർത്ത് എന്ന റെസ്റ്റോറന്റിൽ വെച്ചിട്ടാണെന്നും ട്രേസി ആ സമയം കൂട്ടിച്ചേർക്കുന്നുണ്ടായിരുന്നു. അത് പറ്റില്ലെന്ന് റോബ് ഉടൻ പറഞ്ഞു. കാര്യം ആ റെസ്റ്റോറന്റിൽ വെയിറ്ററായി മുമ്പ് താൻ ജോലി നോക്കിയിട്ടുണ്ടെന്നും താൻ തിരിച്ചറിയപ്പെടാൻ സാധ്യത കൂടുതലാണെന്നും അതുകൊണ്ട് മറ്റൊരിടം കണ്ടെത്തണം എന്നും ട്രേസിയോട് റോബ് ആവശ്യപ്പെടുകയാണ്. ട്രേസിക്കും അതിൽ മറിച്ചൊരു അഭിപ്രായമുണ്ടായിരുന്നില്ല. അങ്ങനെ എൻഗേജ്മെന്റ് പാർട്ടിയുടെ ദിവസമായി. റോബ് കാറിലെത്തി ട്രേസിയെ പിക്ക് ചെയ്തു. പാർട്ടിക്ക് പോകുന്നതിനു മുമ്പ് ട്രേസിയുടെ കയ്യിൽ എൻഗേജ്മെന്റ് റിംഗ് കാണണമല്ലോ. റോബ് അതും കൊണ്ടുവന്നിരുന്നു. തന്റെ ഒരു ഫ്രണ്ട് തനിക്ക് തന്നതാണെന്ന് പറഞ്ഞ് റോബ് റിംഗ് ട്രേസിയെ കാണിച്ചു. ട്രേസി അതെടുത്ത് തന്റെ വിരലിലേക്ക് അണിഞ്ഞു. അഭിനയത്തിന് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ഭംഗിയായി പൂർത്തിയായി. അങ്ങനെ യാത്ര ചെയ്ത് അവരിരുവരും പാർട്ടി അറേഞ്ച് ചെയ്തിരുന്ന റെസ്റ്റോറന്റിന് മുമ്പിലേക്ക് എത്തുകയാണ്. അവരെ വെൽക്കം ചെയ്യാൻ മാർഗ്രറ്റും അസിസ്റ്റന്റും മുന്നിൽ തന്നെ ഉണ്ടായിരുന്നു. മാർഗ്രറ്റ് തന്നെ അവരെ അകത്തേക്ക് ആനയിച്ചു. അകത്തെത്തിയതും ഓഫീസ് സ്റ്റാഫുകൾക്ക് ട്രേസിയുടെ ഫിയാൻസി എന്ന് പറഞ്ഞ് റോബിനെ അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തു. റോബും ട്രേസിയും ഷെല്ലിക്കടുത്തേക്ക് എത്തിയതും അഭിനയത്തിന്റെ ഭാഗമായി ഷെല്ലി ട്രേസിയുടെ കയ്യിൽ കിടക്കുന്ന എൻഗേജ്മെന്റ് റിംഗ് കണ്ട് അതിനെ ഉച്ചത്തിൽ പുകഴ്ത്തി സംസാരിച്ചു. അതോടെ അവരുടെ അഭിനയത്തിന് എല്ലാവരുടെയും ഇടയിൽ കൂടുതൽ പ്രസക്തി തന്നെ കിട്ടി. ശേഷം അവർ ടോഡിനെ കണ്ടു. ട്രേസി റോബുമായി എൻഗേജ് ആകുന്നത് ടോഡിനെ തീരെ അങ്ങ് സഹിക്കുന്നുണ്ടായിരുന്നില്ല. റോബിന്റെ ജോലിയായ അക്കൗണ്ടന്റ് ജോലിയെപ്പറ്റിയും കമ്പനിയെ പറ്റിയുമൊക്കെ ടോഡ് കുത്തി ചോദിക്കാൻ തുടങ്ങി. എന്നിരുന്നാലും വിദഗ്ധമായി റോബ് അതിൽ നിന്നൊക്കെ ഒഴിഞ്ഞു മാറി. പിന്നാലെ സംസാരിക്കുമ്പോ റോബ് തന്നെ പറ്റി എല്ലാവരുടെയും മുമ്പിൽ വെച്ച് വിശദീകരിച്ചു. താൻ ചിക്കാഗോയിൽ നിന്നാണെന്നും കുട്ടിക്കാലത്തെ തന്റെ അമ്മ മരിച്ചെന്നും അച്ഛൻ ഒരു ഷെഫായിരുന്നു, ഇപ്പോൾ അദ്ദേഹം ഒരു റെസ്റ്റോറന്റ് ഒക്കെ ഓൺ ചെയ്ത് നടത്തുകയാണ് എന്നൊക്കെ റോബ് വിശദീകരിച്ചു പറഞ്ഞു. റോബിന്റെ കഥ അത്രമേൽ വിശ്വസനീയമായിരുന്നു. ഏവരും പൂർണ്ണമായി അത് വിശ്വസിക്കുകയും ചെയ്തു. പാർട്ടിയൊക്കെ കഴിഞ്ഞ് മടങ്ങാൻ നിൽക്കുമ്പോ മാർഗരറ്റ് അവരുടെ അടുത്തേക്ക് വന്നു. വിവാഹത്തിന്റെ പ്ലാനിങ്ങിനു വേണ്ടി അവരൊരിടത്തേക്ക് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നു എന്ന് അവരോടായി പറഞ്ഞു. അത് കേട്ട് ആദ്യമേ ട്രേസി ഒന്ന് ഷോക്കാകുന്നുണ്ട്. എൻഗേജ്മെന്റ് പാർട്ടി തന്നെ ട്രേസി ഒരു തരത്തിലാണ് മാനേജ് ചെയ്തത്. അപ്പോഴാണ് മുത്തശ്ശി വിവാഹവുമായി അതാ ഉടനെ തന്നെ എത്തുന്നത്. ട്രേസി അതുകൊണ്ട് തന്നെ ആദ്യം അതിനൊന്നും അടിച്ചു നിന്നു. പക്ഷേ മുത്തശ്ശിയുടെ മുഖഭാവം മാറി സങ്കടത്തിലേക്കാകുന്ന കണ്ടതും ട്രേസി അതിന് ഓക്കെ പറയുകയാണ്. അടുത്ത ദിവസം ഉച്ചതിരിന് അതിനുവേണ്ടി കണ്ടുമുട്ടാം എന്ന് റോബും ട്രേസിയും മാർഗ്രറ്റിനോട് പറയുകയും ചെയ്തു. മാർഗ്രറ്റിനും സന്തോഷമായി. പിറ്റേന്ന് മാർഗ്രറ്റിനെ കാണാൻ പോകുന്നതിനു മുമ്പ് റോബ് ട്രേസിയെ കാണാൻ ചെന്നു. അവിടത്തെ മണ്ടത്തരമൊന്നും കാട്ടരുതല്ലോ, അതുകൊണ്ട് അവിടെ എങ്ങനെ അഭിനയിക്കണം എന്നതൊക്കെ ഡിസ്കസ് ചെയ്യാൻ എത്തിയതാണ് എന്ന് റോബ് ട്രേസിയോട് പറഞ്ഞു. ശേഷം അവരൊന്നിച്ച് ഒന്ന് നടക്കാനിറങ്ങി. ആ സമയം റോബ് തന്നെ പറ്റിയുള്ള യഥാർത്ഥ കാര്യങ്ങൾ പറഞ്ഞു. ഒരു അഭിനേതാവാകണം എന്നതായിരുന്നു റോബിന്റെ ആഗ്രഹം. ചെറിയൊരു റോളൊക്കെ റോബ് ഒരു TV സീരീസിൽ ചെയ്തിട്ടുമുണ്ട്. 2 ഡയലോഗ് മാത്രമുള്ള ഒരു മെക്കാനിക്കിന്റെ റോൾ. പുറകെ റോബ് ട്രേസിയെ പറ്റിയും ട്രേസിയുടെ ജീവിതത്തെ പറ്റിയും ചോദിച്ചു. കാര്യം ഒരു ഫേക്ക് ഫിയാൻസിയായി അഭിനയിക്കുമ്പോൾ ട്രേസിയെ പറ്റി എല്ലാ കാര്യങ്ങളും റോബിന് അറിയണമല്ലോ. ട്രേസി എന്ന് റോബിനോട് മനസ്സ് തുറക്കുകയാണ്. കുട്ടിക്കാലത്ത് പാരന്റ്സ് മരണപ്പെട്ട ശേഷം താൻ വളരെ ദേഷ്യപ്പെടുന്ന ക്രൂരമായി പെരുമാറുന്ന ഒരു പെൺകുട്ടിയായിരുന്നെന്നും പക്ഷേ വളർന്നു വരുംതോറും അതൊക്കെ മാറിയെന്നും ട്രേസി പറഞ്ഞു. മുത്തശ്ശിയെ ഒരു തരത്തിലും വിഷമിപ്പിക്കാൻ താൻ ആഗ്രഹിക്കുന്നില്ലെന്നും മുത്തശ്ശിയെ തനിക്ക് ജീവനാണ് എന്നുള്ള കാര്യവും മുത്തശ്ശി വളർത്തിയ കാര്യമൊക്കെയും ട്രേസി വിശദീകരിച്ചു. കുട്ടിക്കാലത്തെ പാരന്റ്സ് മരിച്ച ട്രേസിയുടെ വേദന തനിക്ക് മനസ്സിലാവുമെന്നും നേരത്തെ എല്ലാവരോടും സംസാരിക്കുമ്പോ എന്റെ അമ്മ 9 വയസ്സുള്ളപ്പോ മരിച്ചതാണെന്ന് പറഞ്ഞില്ലേ, അത് സത്യമാണെന്നും റോബ് ട്രേസിയോട് പറഞ്ഞു. മനസ്സ് തുറന്നുള്ള ആ സംസാരത്തിനു ശേഷം ട്രേസിയും റോബും മാർഗരറ്റ് പറഞ്ഞ ഇടത്തേക്ക് പോവുകയാണ്. അവിടുള്ള ക്ലോഡ് എന്ന എംപ്ലോയിയെ അവർ അവിടെ വെച്ച് പരിചയപ്പെട്ടു. അധികം വൈകാതെ മാർഗരറ്റും അലനും കൂടി അങ്ങോട്ടേക്ക് വന്നു ചേർന്നു. വിവാഹവും മറ്റ് ഫംഗ്ഷൻസും ഒക്കെ പ്ലാൻ ചെയ്യുന്ന വലിയൊരു ഇടമായിരുന്നു അത്. ട്രേസിയുടെ വെഡ്ഡിംഗ് എവിടെ വെച്ച് എങ്ങനെ നടത്തണം എന്നതിനെപ്പറ്റി പ്ലാൻ ചെയ്യാൻ അവർ അവിടം ചുറ്റിക്കാണാൻ പോവാൻ ആരംഭിച്ചു. ഔട്ട്ഡോർ പാർട്ടി വെന്യൂ നടക്കുന്ന ഇടത്തിന്റെ അൽത്താരയുടെ ഭാഗമെത്തിയതും അവിടെ ഒന്നിച്ചു നിൽക്കുവാനും
താനൊരു ഫോട്ടോ എടുക്കട്ടെ എന്നും മാർഗ്രറ്റ് പറഞ്ഞു. റോബും ട്രേസിയും അതനുസരിച്ചു. ഈ സമയം അവിടെ ഉണ്ടായിരുന്ന 2 സ്ത്രീകൾ റോബിനെ ഒരു അഭിനേതാവ് എന്ന തരത്തിൽ തിരിച്ചറിയുന്നുണ്ടായിരുന്നു. റോബ് അഭിനയിച്ച TV സീരീസ് കണ്ടവരായിരുന്നു അവർ. എന്തായാലും ഒരു തരത്തിൽ അവരത് മാനേജ് ചെയ്തു. ശേഷം അവർ മുമ്പോട്ട് പോവാൻ തുടങ്ങി. അപ്പോഴാണ് റോബ് ആ കാര്യം ശ്രദ്ധിക്കുന്നത്. റോബ് മുമ്പ് ഒരു ഇൻഷുറൻസ് കമ്പനിയുടെ മോഡലായി പരസ്യം ചെയ്തിരുന്നു. അവർക്ക് മുമ്പിലത് അതിന്റെ കമ്പനിയും സൂചനയും. ഭാഗ്യവശാൽ ട്രേസിയും അത് ശ്രദ്ധിച്ചിരുന്നു. അതോടെ ഒരു തരത്തിൽ മാർഗ്രറ്റ് അങ്ങോട്ടേക്ക് പോകുന്നത് തടഞ്ഞ് അവരവിടെ നിന്ന് മാർഗ്രറ്റിനെ തിരിച്ചു കൊണ്ടുവരികയാണ്. എന്തായാലും കള്ളം പൊളിയുന്നതിൽ നിന്നും അന്ന് രക്ഷപ്പെടുവാൻ അവർക്ക് സാധിച്ചു. എന്തായാലും അന്ന് നടന്ന ആ കാര്യങ്ങൾ കൊണ്ട് റോബിനെ പറ്റി കൂടുതൽ അറിയണം എന്ന് ട്രേസിക്ക് തോന്നുകയാണ്. അടുത്ത ദിവസം ഓഫീസിലെത്തിയ ട്രേസി റോബിനെ പറ്റി നെറ്റിൽ തിരഞ്ഞു. അപ്പോഴാണ് മനസ്സിലാകുന്നത് കഥ പറയുന്ന പോലെ തന്റെ ഫ്ലാഷ് ബാക്ക് റോബ് പറഞ്ഞത് മുഴുവൻ റോബിനെ പറ്റി തന്നെയായിരുന്നുവെന്ന്. റോബിന്റെ അമ്മ റോബിന്റെ കുട്ടിക്കാലത്തെ മരിച്ചതായിരുന്നു. അച്ഛൻ ഒരു ഷെഫായിരുന്നു. ട്രേസിയുടെ പെരുമാറ്റത്തിലുള്ള മാറ്റവും റോബിനോടുള്ള പെരുമാറ്റത്തിൽ നിന്നുമെല്ലാം തന്നെ ട്രേസിക്ക് റോബിനോട് പ്രണയം തോന്നി തുടങ്ങിയിരിക്കുന്നു എന്ന് ഷെല്ലിയും മനസ്സിലാക്കി. ഷെല്ലി അതിനെപ്പറ്റി ചോദിച്ചപ്പോ ട്രേസിക്ക് ആ കാര്യത്തിൽ ഉറപ്പുണ്ടായിരുന്നില്ല. തങ്ങളുടെ ഇപ്പോഴത്തെ റിലേഷൻ വെറും അഭിനയം മാത്രമാണല്ലോ, അതുകൊണ്ടത് ശരിയാണോ അല്ലയോ എന്നെനിക്ക് സംശയമുണ്ട് എന്നായിരുന്നു ട്രേസി പറഞ്ഞത്. പെട്ടെന്ന് ഏറെ അപ്രതീക്ഷിതമായി റോബ് ട്രേസിയുടെ ഓഫീസിലേക്ക് കടന്നു വന്നു. ട്രേസിയെ ലഞ്ചിന് പോവാൻ ക്ഷണിച്ചു. അവിടെ നിന്ന് സംസാരിക്കുമ്പോൾ തനിക്ക് ഒരു ഏജൻസിയിൽ നിന്നും TV സീരീസിൽ ഒരു ഓഫർ വന്നിട്ടുണ്ട് എന്ന കാര്യം റോബ് ട്രേസിയോട് പറയുകയാണ്. പക്ഷെ ആ സീരീസ് ഷൂട്ട് ചെയ്യപ്പെടുന്നത് മറ്റൊരു നഗരത്തിലാണ്. നിലവിൽ ട്രേസിക്കൊപ്പം ഇവിടെ ഒരു ജോബ് ഉള്ളതുകൊണ്ട് അതിന് പോണോ വേണ്ടയോ എന്ന് റോബ് കൺഫ്യൂഷനിലായിരുന്നു. എന്നിരുന്നാലും ഡയറക്ടർ സ്ക്രിപ്റ്റ് തരാമെന്ന് പറഞ്ഞിട്ടുണ്ടെന്നും ആ സ്ക്രിപ്റ്റ് തനിക്ക് വേണ്ടിയൊന്ന് വായിച്ച് അതിലെ റോൾ തനിക്ക് ചേരുമോ ഇല്ലയോ എന്നൊന്ന് സജസ്റ്റ് ചെയ്യാമോ എന്ന് ട്രേസിയോട് റോബ് ചോദിച്ചു. ട്രേസിയും അതിന് സമ്മതിച്ചു. ട്രേസി തിരികെ ഓഫീസിലേക്ക് എത്തിയപ്പോൾ റോബിന്റെ അച്ഛനെ പറ്റിയുള്ള ഇമ്പോർട്ടന്റ് ആയ ഒരു കാര്യം ഷെല്ലി ട്രേസിയോട് പറയുകയാണ്. ആർദർ എന്നായിരുന്നു റോബിന്റെ അച്ഛന്റെ പേര്. ഒരു പാവപ്പെട്ട വ്യക്തിയൊന്നുമല്ല. റോബിന്റെ ഹിസ്റ്ററിയൊക്കെ ശരിയാണെങ്കിലും റോബിന്റെ അച്ഛൻ ആർദർ ഇപ്പോൾ നിരവധി 5 സ്റ്റാർ റെസ്റ്റോറന്റുകളുടെയും ഹോട്ടലുകളുടെയും അധിപനാണ്. കൃത്യമായി പറഞ്ഞാൽ ഒരു ബില്യണയർ. ആ സമയത്തായിരുന്നു ഡയറക്ടർ കൊടുത്ത സ്ക്രിപ്റ്റുമായി റോബ് അങ്ങോട്ടേക്ക് എത്തുന്നതും. ശേഷം ട്രേസിയും റോബും സംസാരിച്ചു. ആ സമയം റോബിന്റെ അച്ഛൻ ഇത്രയും വലിയ വെൽത്തി മാൻ ആയിട്ടും എന്തുകൊണ്ട് റോബ് അതൊക്കെ മറച്ചുവെച്ചു ഇങ്ങനത്തെ ജോലികൾ ചെയ്യുന്നു എന്ന് ട്രേസി റോബിനോട് തിരക്കി. അച്ഛനുണ്ടാക്കിയ പണം മുഴുവൻ അച്ഛന്റേതാണെന്നും തനിക്കതിൽ താല്പര്യമില്ലെന്നും താൻ തന്റെ പാഷന് പിന്നാലെയാണ് പോകുന്നതെന്നും തനിക്ക് വേണ്ടി താൻ തന്നെ സമ്പാദിച്ച് ജീവിക്കാനാണ് ഇഷ്ടപ്പെടുന്നത് എന്നും റോബ് ട്രേസിയോട് പറഞ്ഞു. അടുത്ത ദിവസം ട്രേസിയുടെ ഓഫീസിലേക്ക് മാർഗ്രറ്റ് വന്നു. ട്രേസിയുടെയും റോബിന്റെയും വിവാഹത്തിനു വേണ്ടി അവർ പോയി കണ്ട ഇടം മാർഗ്രറ്റ് മുഴുവൻ പണവും അടച്ച് ബുക്ക് ചെയ്തെന്നും നിങ്ങൾക്കിനി അതിൽ ഒരു ചിലവും വേണ്ട എന്നും മാർഗ്രറ്റ് സന്തോഷത്തോടെ അവരോട് പറഞ്ഞു. വിവാഹത്തിന്റെ റിഹേഴ്സൽ കാര്യങ്ങൾ നോക്കണമെന്നും അതിനായി പോകണം എന്നും മാർഗ്രറ്റ് ട്രേസിയോട് കൂട്ടിച്ചേർക്കുകയും ചെയ്തു. മുത്തശ്ശിയെ വിഷമിപ്പിക്കാൻ പറ്റാത്തതുകൊണ്ട് ട്രേസിയും അതിന് സമ്മതിക്കുകയാണ്. കാര്യങ്ങൾ അങ്ങനാണെങ്കിലും ട്രേസിക്ക് റോബിനെ ഇഷ്ടമായി തുടങ്ങിയിരുന്നു. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ആ വിവാഹവും മറ്റും മുത്തശ്ശിക്ക് വേണ്ടി താൻ എന്തെങ്കിലും ചെയ്യുന്നതാണ് എന്ന തോന്നൽ പോലും ട്രേസിക്കുണ്ടായിരുന്നില്ല. കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞ് ട്രേസിയും റോബും മീറ്റ് ചെയ്തു. വെഡ്ഡിംഗ് റിഹേഴ്സലിനെ പറ്റിയൊക്കെ സംസാരിക്കാനായിരുന്നു അത്. സംസാരിക്കുമ്പോൾ മുത്തശ്ശി തന്നെ വിവാഹ ചെലവുകൾ മുഴുവൻ ഏറ്റെടുത്ത കാര്യവും ശനിയാഴ്ചയാണ് അതിന്റെ റിഹേഴ്സൽ വെച്ചിരിക്കുന്നത് എന്നും ട്രേസി റോബിനോട് പറഞ്ഞു. ഒരു സന്തോഷ വാർത്ത റോബും ട്രേസിയോട് പങ്കുവെച്ചു. തനിക്കൊരു ഫിലിമിൽ ലീഡ് റോൾ കിട്ടിയിട്ടുണ്ടെന്നും അതിന്റെ കോസ്റ്റ്യൂം ടെസ്റ്റിന് പോകണം എന്നുമായിരുന്നു അത്. പക്ഷേ നിർഭാഗ്യവശാൽ അതും വരുന്നത് ശനിയാഴ്ച തന്നെയാണ്. ദിവസങ്ങൾ അങ്ങനെ കോൺഫ്ലിക്റ്റ് ആയത് ഇരുവരെയും ബാധിക്കുന്നുണ്ടായിരുന്നു. എന്തു ചെയ്യണമെന്നറിയാതെ ഇരുവരും പകച്ചു നിന്നു. റോബിന്റെ വർഷങ്ങളായിട്ടുള്ള സ്വപ്നം പൂർത്തിയാക്കാൻ കിട്ടുന്ന അവസരമാണ്. ട്രേസിയെ സംബന്ധിച്ച് മുത്തശ്ശിയുടെ ആഗ്രഹ പൂർത്തീകരണത്തിനു വേണ്ടി അവൾ കളിക്കുന്ന കള്ളക്കളി പൊളിയാതിരിക്കാനുള്ള സംഗതിയും. ഒരാലോചനയ്ക്ക് ശേഷം താൻ ഏജന്റുമായി സംസാരിച്ചു നോക്കാമെന്നും കോസ്റ്റ്യൂം ടെസ്റ്റ് മാറ്റാൻ പറ്റുമോ എന്ന് നോക്കട്ടെ എന്നും റോബ് ട്രേസിയോട് പറഞ്ഞു. ഇനി അത് പറ്റിയില്ലെങ്കിൽ വരെ ട്രേസിയുടെ കാര്യത്തിനായിരിക്കും താൻ കൂടുതൽ പരിഗണന നൽകുക എന്നും റോബ് വ്യക്തമാക്കി. അന്ന് രാത്രിയിൽ റോബ് തന്റെ അച്ഛൻ ആർദറെ കാണുവാൻ ഒരു റെസ്റ്റോറന്റിലേക്ക് പോയി. കഴിഞ്ഞ 3 കൊല്ലമായി ഇരുവരും കണ്ടിട്ടേ ഉണ്ടായിരുന്നില്ല. ഇൻഡിപെൻഡന്റായി ജീവിക്കണം എന്ന റോബിന്റെ ആഗ്രഹം കൊണ്ടായിരുന്നു അത്. വലിയൊരു ബിസിനസ്മാനും അത്രമേൽ പണക്കാരനുമായിട്ടും തന്റെ മകന്റെ
ആഷിനെ തടുക്കാനോ മകനെ തിരുത്താനോ ഒന്നും ആർദർ നിന്നതുമില്ല. ആ സമയത്ത് റോബ് അച്ഛനോട് തന്റെ മനസ്സ് തുറന്നു. താനിപ്പോൾ ട്രേസി എന്നൊരു പെൺകുട്ടിയെ പ്രണയിക്കുന്നുണ്ടെന്നും അമ്മയുടെ വിവാഹമോതിരം അവൾക്ക് സമ്മാനിക്കാൻ താൻ തീരുമാനിച്ചിരിക്കുന്നു, അതിന് സമ്മതമാണോ എന്നും റോബ് അച്ഛനോട് ചോദിച്ചു. മറുവശത്ത് ടോഡാകട്ടെ ഒരു ബാറിൽ മദ്യപിച്ചിരിക്കുകയായിരുന്നു. പെട്ടെന്ന് ടിവിയിൽ വന്ന റോബ് അഭിനയിച്ച ഇൻഷുറൻസിന്റെ പരസ്യം ടോഡിന്റെ ശ്രദ്ധയിൽപ്പെട്ടു. ടോഡ് അതിനെപ്പറ്റി പറഞ്ഞപ്പോൾ അവിടുണ്ടായിരുന്ന ബാർടെൻഡർ വാടകക്കെടുക്കുന്ന ബോയ്ഫ്രണ്ട് എന്ന രീതിയിൽ റോബിനെ പറ്റി ടോഡിനോട് കൂടുതൽ വിശദീകരിച്ച് പറയുകയും ചെയ്തു. മുമ്പൊരിക്കൽ മറ്റൊരു പെണ്ണിന്റെ ഒപ്പം റോബ് അതേ ബാറിൽ പോയിട്ടുണ്ടായിരുന്നു. അടുത്ത ദിവസം റോബ് ട്രേസിയെ കാണാൻ ട്രേസിയുടെ കമ്പനിയിലേക്ക് പോയി. പുറത്തുനിന്ന് അച്ഛൻ ആർദറോട് റോബ് ഫോണിൽ സംസാരിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. റോബിനെ കണ്ട് അടുത്തേക്ക് വന്ന ട്രേസി ആർദർ പറയുന്നത് കേട്ടു. ഞാൻ ഈ അഭിനയമൊക്കെ അവസാനിപ്പിക്കാൻ പോവുകയാണ്, ഇനി ഇതിങ്ങനെ തുടർന്നു പോകുന്നില്ല. അത് കേട്ടതും ട്രേസി വല്ലാതെ അപ്സെറ്റായി. വിവാഹത്തിലേക്ക് പോകുന്നതിന് മുമ്പേ റോബ് അതൊക്കെ അവസാനിപ്പിക്കാൻ പോകുന്നു എന്നായിരുന്നു ട്രേസി ചിന്തിച്ചതുപോലും. പക്ഷേ യാഥാർത്ഥ്യത്തിൽ റിഹേഴ്സൽ നടക്കുമ്പോൾ അഭിനയമൊക്കെ അവസാനിപ്പിച്ച് യഥാർത്ഥത്തിൽ തന്നെ ട്രേസിയെ പ്രപ്പോസ് ചെയ്യാൻ റോബ് പദ്ധതിയിട്ടിരുന്നു. അതിനെപ്പറ്റിയായിരുന്നു റോബ് അച്ഛനോട് സംസാരിച്ചു കൊണ്ടിരുന്നത്. ട്രേസിയാണെങ്കിൽ അത് മനസ്സിലാക്കിയതുമില്ല. അങ്ങനെ ഒടുവിൽ വെഡ്ഡിംഗ് റിഹേഴ്സലിന്റെ ദിവസമെത്തി. റോബ് ഡ്രസ്സിംഗ് റൂമിലേക്ക് ട്രേസിയുമായി സംസാരിക്കാനായി കയറി ചെന്നു. പക്ഷേ വളരെ തണുപ്പം മട്ടിലായിരുന്നു ട്രേസി അതിനോട് പ്രതികരിച്ചത്. ട്രേസിക്ക് പെട്ടെന്ന് ഇത് എന്തുപറ്റി എന്നായി റോബിന്റെ ചിന്ത. പക്ഷേ റിഹേഴ്സൽ നല്ല രീതിയിൽ തുടങ്ങാൻ പോകുന്നതിന് തൊട്ടുമുമ്പ് ടോഡ് അങ്ങോട്ടേക്ക് വന്നു ചേരുകയാണ്. റോബ് ആരാണെന്നും റോബും ട്രേസിയും തമ്മിലുള്ള ഒത്തുകളിയാണ് ഇവിടെ നടക്കുന്നത് എന്നും ടോഡ് വെളിപ്പെടുത്തി. ട്രേസിക്ക് മുമ്പിൽ പിന്നെ മറ്റു വഴികളുണ്ടായിരുന്നില്ല. ട്രേസി മുത്തശ്ശിയോട് കുറ്റസമ്മതം നടത്തി. ഇത് ഇത്രയൊന്നും പോകുമെന്ന് താൻ കരുതിയിരുന്നില്ല എന്നും ദുഃഖത്തോടെ അവൾ മുത്തശ്ശിയോട് പറഞ്ഞു. ഏറെ ദുഃഖത്തിലും ദേഷ്യത്തിലും ട്രേസി അവിടെ നിന്ന് മുമ്പോട്ട് നടന്നുപോയി. റോബ് മുത്തശ്ശിയുടെ അടുത്തു ചെന്നു. നടന്ന കാര്യങ്ങൾക്ക് മാപ്പ് ചോദിച്ചു. തനിക്ക് യാഥാർത്ഥ്യത്തിൽ ട്രേസിയെ ഒരുപാട് ഇഷ്ടമാണെന്നും അവളെ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നതായും റോബ് മുത്തശ്ശിയെ അറിയിച്ചു. തന്നെ സംബന്ധിച്ചിടത്തോളം ആദ്യം ഇത് അഭിനയമായിരുന്നെന്നും പിന്നീട് അത് അങ്ങനല്ലാതായി മാറിയെന്നും റോബ് മുത്തശ്ശിയോട് ഏറ്റുപറഞ്ഞു. അന്ന് താൻ യാഥാർത്ഥ്യത്തിൽ അവളെ പ്രപ്പോസ് ചെയ്യാനിരിക്കുകയായിരുന്നെന്നും അപ്പോഴാണ് ഇതൊക്കെ സംഭവിച്ചത് എന്നും റോബ് കൂട്ടിച്ചേർത്തു. പക്ഷെ ആ ഇൻസിഡന്റ് മുത്തശ്ശി മാർഗ്രറ്റിനെ വല്ലാതെ ബാധിച്ചിരുന്നു. മുത്തശ്ശി ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്യപ്പെട്ടു. അടുത്തൊരു ദിവസം ഒരുവിധം ഓക്കെയായ ട്രേസി മുത്തശ്ശിയെ കാണാൻ ആശുപത്രിയിലെത്തി. ആ സമയം മുത്തശ്ശി ട്രേസിയോട് റോബിനെ പറ്റിയുള്ള യഥാർത്ഥ സത്യങ്ങൾ തുറന്നു പറഞ്ഞു. അന്ന് റോബ് അവിടെ വെച്ച് ട്രേസിയെ പ്രപ്പോസ് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുകയായിരുന്നുവെന്നും റോബിന് ട്രേസിയോട് പ്രണയമായിരുന്നു എന്നുമുള്ള കാര്യം. മാത്രമല്ല ട്രേസിക്ക് റോബ് സമ്മാനിച്ചത് റോബിന്റെ അമ്മയുടെ മോതിരവുമാണ് എന്നുകൂടി മുത്തശ്ശി പറഞ്ഞു. ട്രേസിയോട് റോബിന്റെ അച്ഛനെ ചെന്ന് കാണുവാനും സംസാരിക്കാനും മുത്തശ്ശി ആവശ്യപ്പെട്ടു. ട്രേസി പിന്നാലെ റോബിന്റെ അച്ഛൻ ആർദറെ കാണാൻ ചെല്ലുകയാണ്. അവിടെ വെച്ച് അച്ഛനോട് സംസാരിക്കുമ്പോൾ വെഡ്ഡിംഗ് പ്രാക്ടീസിന്റെ ദിവസത്തിനു മുമ്പ് റോബ് തന്നെ വന്ന് കണ്ട കാര്യവും ട്രേസിയോട് അവനുള്ള പ്രണയത്തിന്റെ കാര്യം പറഞ്ഞ കാര്യവും അവളെ പ്രപ്പോസ് ചെയ്യാൻ തീരുമാനിച്ചിരുന്ന കാര്യവുമൊക്കെ അച്ഛൻ അവളോട് വിശദമായി പറഞ്ഞു. താൻ പ്രണയിക്കുന്ന പെൺകുട്ടിക്ക് അമ്മയുടെ റിങ് കൊടുത്തോട്ടെ എന്ന് റോബ് ചോദിച്ച കാര്യവും ആർദർ വ്യക്തമായി പറഞ്ഞു. റോബ് തന്നെ പ്രണയിക്കുന്നുണ്ടായിരുന്നുവെന്നും അന്ന് എന്തോ സാഹചര്യത്തിൽ റോബ് പറഞ്ഞത് താൻ തെറ്റിദ്ധരിച്ചതാണ് എന്ന് ആ നിമിഷം ട്രേസി തിരിച്ചറിയുകയാണ്. തന്നെ ഏൽപ്പിച്ച റിങ് ആർദർ ട്രേസിക്ക് തിരികെ നൽകി. തന്റെ മകനുമായി ട്രേസി ഒന്നിക്കണം എന്ന് ആർദർ ആഗ്രഹിച്ചിരുന്നു. ആർദറെ കണ്ട ശേഷം ട്രേസി തിരികെ മുത്തശ്ശിയുടെ അടുത്തെത്തി കാര്യങ്ങൾ പറഞ്ഞു. മുത്തശ്ശി റോബിനെ കണ്ടെത്താനും അവളുടെ പ്രണയം പറയാനും അവളോട് ആവശ്യപ്പെട്ടു. അന്ന് ആശുപത്രിയിൽ നിന്ന് പോകുന്ന സമയം ട്രേസി വളരെ യാദൃച്ഛികമായി റോബിനെ കണ്ടുമുട്ടുകയാണ്. വഴിയിൽ വെച്ച് കണ്ടുമുട്ടിയവർ പരസ്പരം സംസാരിച്ചു. തെറ്റിദ്ധാരണകൾ മാറി അവർ ഒന്നിക്കുന്ന ആ ദൃശ്യത്തോടെ ചലച്ചിത്രം അവസാനിക്കുകയാണ്. രസകരമായ ചലച്ചിത്രം നിങ്ങൾക്കിഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റുകളിൽ രേഖപ്പെടുത്തുക. കഴിയുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുത്തും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു മികച്ച ചലച്ചിത്രവുമായി നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ ബൈ.